അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പം ലൈവിൽ നടന്നിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ട് പറയാനാണ്. അപ്പം ഇന്ന് ലൈവിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല, നോർമലായിട്ട് പോവാണ്. അപ്പം നാളെ ടാസ്ക് തുടങ്ങുമ്പോഴായിരിക്കും ഇനി അടിയും പിടിയൊക്കെ നടക്കുന്നത്. അപ്പം ഇന്നത്തെ ലൈവിൽ ഇപ്പം ഇന്ന് ജിത്തു ജോസഫ് അതുപോലെ ആസിഫ് അലി അപർണ ഇവരൊക്കെ വന്നിട്ട് മൂവി പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവരൊക്കെ വന്നിട്ട് പോയി. അല്ലാതെ പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ല. പിന്നെ ആദിലയുടെ കുറച്ച് ചൊറിച്ചിലും പിന്നെ നെവിൻ്റെ കുറച്ച് ഷോ ഓഫും ഇതൊക്കെ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ലൈവിൽ പ്രത്യേകിച്ചതായിട്ടൊന്നും നടന്നില്ല. അപ്പം പിന്നെ അനീഷ് ഇന്നത്തെ ഒറ്റ നോമിനേഷൻ കൊണ്ടിട്ടുണ്ടല്ലോ, അനീഷ് 2ാം സ്ഥാനത്തിലേക്ക് കുതിച്ചങ്ങോട്ട് വന്നേക്കുവാണ്. അപ്പോൾ നേരത്തെ 3ാം സ്ഥാനത്താണ്. ഇപ്പം കഴിഞ്ഞ വീക്ക് മൊത്തം ഷാനവാസിൻ്റെ പെർഫോമൻസ് കൊണ്ടിട്ട് ഷാനവാസ് ഇപ്പം 2ാമത്. ഇപ്പം ടോപ്പിൽ നിൽക്കുന്നത് വോട്ടിങ്ങിലായാലും ഇപ്പം കമ്മ്യൂണിറ്റി പോളിലായാലും നിൽക്കുന്നത് അനുമോളാണ്. 2ാമത് ഷാനവാസ് ആയിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു നോമിനേഷൻ കാരണം ഞാൻ നോക്കാൻ നേരത്ത് അനീഷ് ഷാനവാസിനെ കടത്തി വിട്ട് മുമ്പിലെത്തി. ഇന്നത്തെ നോമിനേഷൻ അറിയാമല്ലോ, ഓപ്പൺ നോമിനേഷൻ ചെയ്തുകൊണ്ട്. അപ്പം അനീഷിന്റെ ആ ഒരു പെർഫോമൻസ് കാരണം കേട്ടോ. കാരണം ബിഗ് ബോസ് അവിടെ ഒരു ഇത് കൊടുക്കുന്നു, ഓപ്ഷൻ കൊടുക്കുന്നു അനീഷിന് ഓപ്പൺ നോമിനേഷൻ വേണോ അതോ ക്ലോസ് നോമിനേഷൻ വേണോ. സാധാരണ അങ്ങനെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും ക്ലോസ് നോമിനേഷനെ സെലക്ട് ചെയ്യും. കാരണം എല്ലാവരും മുമ്പിലും വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ അനീഷ് ഉണ്ടല്ലോ, അവിടെയാണ് ഞെട്ടിച്ചത്. കാരണം പുള്ളി സ്ട്രോങ് ആയിട്ട് നിന്ന് പുള്ളിയുടെ നിലപാടിലൂടെ പുള്ളി അവർ രണ്ടുപേരെ അവിടെ നോമിനേറ്റ് ചെയ്തു. അതാണ് പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ലെവലും ഒരു പുള്ളി ഒരു നല്ലൊരു ഗെയിമറാണെന്ന് തെളിയിക്കുന്ന ഒരു കാര്യം. അതിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു വിഷയമില്ല, ഞാനിവിടെ ഒറ്റയ്ക്കാണ് വന്നത്, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇവിടെ പൊരുതു എന്നുള്ളൊരിത് ഇതിലൂടെയാണ് പുള്ളി അവിടെ നോമിനേറ്റ് ചെയ്തത്. അപ്പം അതിലൂടെ അനീഷിന് വീണ്ടും സപ്പോർട്ട് കൂടി, വോട്ട് കൂടി. ഇപ്പം ഞാനിപ്പോൾ നോക്കാൻ നേരത്ത് ഇപ്പം വോട്ടിങ്ങിലായാലും അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റി പൂളുകളിലായാലും അനീഷ് ഇപ്പോൾ 2ാം സ്ഥാനത്ത് കയറി. പിന്നെ എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അനീഷ് കയറിയാലും ഷാനവാസ് കയറിയാലും അൻമോള് കയറിയാലും കാരണം കാരണം ഈ 3 ആൾക്കാരെ എനിക്കിഷ്ടമാണ്. പേഴ്സണലി എനിക്കിഷ്ടമാണ്. കാരണം അവരുടെ ഗെയിമും കാര്യങ്ങളും അവരുടെ നിലപാടുകളും എല്ലാം എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഞാൻ പറയുന്നത് ഈ 3 പേരും ടൈറ്റിൽ വിന്നറായി കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് ഞാൻ പറയൂ. പക്ഷേ ഒരാളെ വിന്നറാവും. പക്ഷെ അത് അർഹിക്കുന്ന ആൾക്കാർ കിട്ടട്ടെ. 3 പേരും എനിക്ക് ഇതുവരെ 3 പേരും ടൈറ്റിൽ വിന്നറിന് ഇപ്പം ഈ ഒരു 51 ദിവസം വരെ അവർ അർഹതയാണ്. ഇപ്പോൾ 3 പേരും ടൈറ്റിൽ നേടാനെ കൊണ്ട് ഇപ്പോഴും അവർ യോഗ്യരാണ്. അപ്പോൾ 3 പേരിൽ ഒരാൾ വിന്നറാവട്ടെ, അത് നമുക്ക് പറയാനുള്ളൂ. പക്ഷെ എനിക്ക് 3 പേരെ ഇഷ്ടമാവട്ടെ. ഞാൻ 3 പേരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ലൈവിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇത് ലൈവിൽ ജിഷനും അതുപോലെ അനീഷും തമ്മിൽ നല്ലൊരു വഴക്കുണ്ടായി. അപ്പോൾ വഴക്കെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനിയൻ സാബു ആണല്ലോ ക്യാപ്റ്റൻ. അപ്പോൾ പുള്ളി എല്ലാവരെയും ഡിവൈഡ് ചെയ്ത് അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെസൽ ടീമിൽ അനീഷും അതുപോലെ ജിസയിലും ജിഷനൊക്കെ വെസൽ ടീമിലാണ്, ആദില. അപ്പം അനീഷാണ് ക്യാപ്റ്റൻ. അപ്പം ഇവർക്ക് ഇത് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ആരാണ് പാത്രം കഴുകേണ്ടത്, അതുപോലെ വൈകിട്ട് ആരാണ് പാത്രം കഴുകേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഉച്ചയ്ക്ക് അതുപോലെ അനീഷും അതുപോലെ ജിസയിലും പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടേ ലൈവിനകത്ത് അനീഷൊക്കെ നല്ലപോലെ ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്നതും പാത്രം എല്ലാം കഴിവുന്നതും കണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും ഇവരൊന്നും വന്ന് സഹായിച്ചു പോലുമില്ല. അതിലേക്ക് വിളിക്കുന്നുണ്ട്, കാരണം ഷാനവാസ് പറയുന്നുണ്ട് ഒന്ന് പോയി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിലാണെങ്കിൽ മാടി പിടിച്ച് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഇന്ന് അനീഷ് ഓപ്പൺ നോമിനേഷൻ കൂടെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ കൂടെ ഇത് വെച്ചിട്ട് പുള്ളിക്കാരി മനഃപൂർവ്വം മാടി പിടിച്ച് അവിടെ ചൊറിയും പിടിച്ച് കയറി കിടക്കുമായിരുന്നു. മാക്സിമം അനീഷിനെ ഒന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അത്രയും പാത്രങ്ങൾ ഒറ്റയ്ക്ക് കഴുകിയിട്ട് പോലും ഈ പറഞ്ഞിട്ടുള്ള ആദിലയോ അല്ലെങ്കിൽ ജിഷനോ വന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തില്ല. അപ്പൊ ജിഷൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുട്ടൻ കോമഡിയാ. അത് ലാലേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഒരു ഗെയിമല്ലേ, അപ്പൊ ആ രീതിയിൽ ഗെയിമിൻ്റെതായിട്ടുള്ള ലെവലിൽ കളിക്കും, മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കും. ജിഷൻ ഓൾറെഡി പുള്ളി വെജിറ്റേറിയൻ ആണ്. അപ്പം നോൺ വെജ് കുക്ക് ചെയ്യുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കിച്ചണി അനുമോള് നോൺ വെജ് എല്ലാത്തിലും ആ തവി കൊണ്ടിട്ട് വെജിനകത്തും നോൺ വെജിനകത്തും ഇട്ട് മുക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിഷൻ അവിടെ കിടന്ന് ഫുഡ് കഴിക്കാതെ അവിടെ കിടന്നിട്ട് ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു. അപ്പം കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നോൺ വെജിന്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും പിടിക്കത്തില്ല. ഓക്കെ, അത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ഇതൊരു ഗെയിമാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടല്ല ഇങ്ങോട്ട് വന്നത്. ഇത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഷോയിൽ പല കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുണ്ട്. വേദലക്ഷ്മിയിലെ നെവിനെ പറഞ്ഞതുപോലെ, അല്ല ആദിലെ നൂറേം പറഞ്ഞ പോലെ പല കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പല പണിയെടുക്കണം, പട്ടിപ്പണി എടുക്കണം, ചിലപ്പോൾ പല ഫുഡ് കഴിക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ പട്ടിണി ഇരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ അറിഞ്ഞു വെച്ചാണല്ലോ ഇതിലോട്ട് വന്നത്.
അപ്പൊ അത് ലാലേട്ടൻ ഓൾറെഡി ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ അത് ഇപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഗെയിം കളിക്കുക, മാറി നിൽക്കരുത് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ ജിഷൻ ഈ അനീഷിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു വെജിറ്റേറിയൻ പാത്രം മാത്രമേ കഴിവൂ, നോൺ വെജിറ്റേറിയൻ പാത്രം കഴിവത്തില്ലെന്ന്. സത്യം പറഞ്ഞാൽ അത് ഇവിടുത്തെ ന്യായമെന്ന് എനിക്കറിയത്തില്ല. കാരണം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സംഭവം ശരി, വെജിറ്റേറിയൻ ഇപ്പം നോൺ വെജ് ഫുഡ് കഴിക്കണ്ട, പക്ഷെ അന്നും പറഞ്ഞ് പാത്രം കഴിയുന്നതിന് എന്താണ് കുഴപ്പം? പാത്രം കഴിയിട്ട് സോപ്പിട്ട് കൈ കഴിയാൽ പോരെ? അപ്പൊ അതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ ഫുഡ് കഴിക്കേണ്ടതൊക്കെ ഇപ്പം വെജിറ്റേറിയൻ കഴിക്കേണ്ടതും നോൺ വെജിറ്റേറിയൻ കഴിക്കേണ്ടത് അതൊക്കെ അവർ ഇഷ്ടം. ജിസേലും പുള്ളിക്കാരിയും വെജിറ്റേറിയൻ ആണ്. അപ്പം ഇവര് ഈ വെജിറ്റേറിയൻ പാത്രം മാത്രമേ കഴിവൂ, നോൺ വെജിറ്റേറിയൻ പാത്രം കഴിവത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് അനീഷ് അക്സെപ്റ്റ് ചെയ്തു, ഡിവൈഡ് ചെയ്തൊക്കെ കൊടുത്തതാണ്. എന്നിട്ടും ഇവർ വന്നിട്ട് ഒന്ന് സഹായിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ജിസയിലേക്ക് ആണെങ്കിൽ ജിസേലിന്റെ പാട്ടിന് ലാലേട്ടൻ വന്നപ്പോഴത്തേക്കും നമ്മൾ കണ്ടാണ് ഞാനിപ്പോ മറ്റെന്തോ ഞാനെന്തോ ജിസേലിന്റെ ക്യൂട്ട്നെസ് ഉണ്ടല്ലോ, ക്യൂട്ട്നെസ് വാരി അങ്ങോട്ട് വിതറുക. ഞാൻ അത് ചെയ്യുന്നുണ്ട് ലാലേട്ട, ഞാൻ ഇത് ചെയ്യുന്നുണ്ട് ലാലേട്ട, മറ്റേത് ചെയ്യുന്നുണ്ട്, മറിച്ച് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ലൈവിനകത്ത് ഒരു പണി പോലും എടുക്കുന്ന, ഉച്ചയ്ക്ക് പണി കേട്ടോ, ഉച്ചയ്ക്ക് അനീഷിൻ്റെ കൂടെ വന്നിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഒന്നും ഞാൻ കണ്ടൊന്നുമില്ല. അപ്പോൾ ലൈവിൽ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ ആ കുറച്ച് സമയത്ത് കണ്ടായിരുന്നു ഷാനവാസിന് അനീഷിന് വന്നൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലാതെ ഞാൻ കണ്ടൊന്നുമില്ല. ഈ ആദിലയാണെങ്കിലും മടി പിടിച്ച് ഒരു പരുവായി കിടക്കുക. പിന്നെ നെവിൻ്റെ ആരും പിന്നെ പറയൊന്നും വേണ്ട. ഇന്ന് ലൈവിനകത്ത് കിച്ചണിനകത്ത് നിന്ന് ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചപ്പോഴത്തേക്ക് അവൻ്റെ പാട് നോക്കി അവിടെ കണ്ടൊക്കെ മാറിയിരിക്കുമായിരുന്നു. തിന്നാൻ വേണ്ടി മാത്രം. അവിടെ ഉള്ള ആൾക്കാരെല്ലാം 5 കിലോ കുറഞ്ഞു, പക്ഷേ ഈ നെവിൻ്റെ 10 കിലോ കൂടി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവില് ഇപ്പൊ അനുമോളെടുത്തും ആദിലെടുത്തും ജിസയിലൊരു കാര്യം പറയുന്നുണ്ട്. എനിക്കൊന്ന് ആര്യനെ തഴഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ആര്യൻ ബീറ്റയാണല്ലോ. കാരണം ഇപ്പം എല്ലാവർക്കും ആൽഫ മെയിലിനോടാണല്ലോ എല്ലാവർക്കും ഒരു അഗ്രഹം ഇതൊക്കെ തോന്നുന്നത്, ആരാധനയൊക്കെ തോന്നുന്നത്. ബീറ്റ മെയിലിനോട് ആർക്കും തോന്നത്തില്ല കേട്ടോ. അപ്പൊ ഇവിടെ ജിസയിൽ ഇതിനു മുമ്പ് നമ്മൾ ലൈവിനകത്ത് കണ്ടാണ് അനീഷിനെ ട്യൂൺ ചെയ്യാൻ നടക്കുന്ന കുറച്ച് പരിപാടികളൊക്കെ. അനീഷ് ഇപ്പം മാക്സിമം ഒഴിഞ്ഞു മാറിപ്പോകുന്നുണ്ട്. ജിസേല നിന്റെ വെള്ളം അങ്ങ് അവിടെ കൊണ്ട് കളഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് അനീഷ് ഒഴിഞ്ഞു മാറി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ജിസേല് അനീഷിനെ വളയ്ക്കാനെ കൊണ്ട് കുറേ വട്ടം നോക്കുന്നുണ്ട്. ചിലപ്പോൾ ഇനി സപ്പോർട്ടിന് വേണ്ടിയിട്ടാണോ ഇനി എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ചിലപ്പം അനീഷിന് സപ്പോർട്ട് ഉണ്ട് എന്ന് കരുതിയിട്ട് ഈ പറഞ്ഞ പോലെ താങ്ങി നിൽക്കാനുള്ള പരിപാടി ആയിരിക്കാം, അറിയത്തില്ല. കാരണം കുന്നംകുളം രൺബീർ കപൂർ അവിടെ കിടക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞിട്ടുള്ള അനീഷിൻ്റെ കൂടെ പോവും, അറിയത്തില്ല. പിന്നെ അപ്പം എന്തായാലും ലൈവിനകത്തിരുന്ന് പറയുന്നുണ്ട് എനിക്കൊരു മലയാളി പയ്യനെ ഡേറ്റിങ്ങിന് കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിലവിടെ ഇരുന്ന് പറയുന്നുണ്ട് അനീഷിനെ പോലൊരു പയ്യനെ കിട്ടിയാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് അയ്യോ അതിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇതായിട്ട് പറയുന്നത്, പക്ഷെ ആഗ്രഹമുണ്ട്. അവിടെ ഒരു ലവ് കോംബോ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കാം, സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പരിപാടിയൊക്കെ ജിസേല് ഇതിനു മുമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അനീഷിനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അനീഷ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ദേഷിപ്പിച്ച് എനിക്കും ദേഷ്യം കൂടും എന്നൊക്കെ ആദ്യം കൂടും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം അനുമോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് ഇപ്പം ഷാനവാസിക്കായ പോലുള്ള ഒരാളാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ജിസേൽ പറയുന്നുണ്ട് എന്നിട്ട് വേണേൽ എനിക്ക് അടി കിട്ടാൻ, ഷാനവാസിക്കാരന് ഒന്ന് പറഞ്ഞ് രണ്ടിനെ അടിയാന്നൊക്കെ പറയുന്നത്. അങ്ങനെ അവിടെ ഒരു രസകരമായിട്ടുള്ളൊരു കോൺവെർസേഷനൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ജിസേലിന് അനീഷിന് ഒരു നോട്ടമുണ്ട്, അത് വേറെ കാര്യം. ലൈവിനകത്ത് മുമ്പേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലക്ഷ്മിയുടെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. കാരണം ഇന്നത്തെ ലൈവിനകത്ത് ഞാൻ വെച്ച സമയത്ത് ഇവരെല്ലാം കൂടെ കളിക്കുന്നു. എന്ത് കളിയാന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റ് കളി. അപ്പൊ അതിനകത്ത് ലക്ഷ്മി സോഫയുടെ അടിയിലും കട്ടിലിന്റെ അടിയിലും കസേരയുടെ അടിയിലൊക്കെ പോയി ഒളിച്ചിരിക്കുന്ന ഒരു ഇതാ കണ്ടത്. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ചിരി വന്നു കേട്ടോ. അപ്പൊ ഞാൻ മുമ്പേ ഇട്ടൊരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയിലെ ഓലപ്പടക്കത്തില് വെള്ളം വീണ അവസ്ഥയിൽ തിരി കെട്ടുപോയ അവസ്ഥയിലേക്ക് അവിടെ ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ലക്ഷ്മിയുടെ ഇപ്പൊ അഭിഷേക് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ലക്ഷ്മിയുടെ ക്യാരക്ടർ വെളി വന്നു കഴിഞ്ഞു. കാരണം ലക്ഷ്മി വന്ന സമയത്ത് ആൾക്കാരെ ഒന്ന് ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടി ഓഡിയൻസിന്റെ ഒരു ഇത് പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു നാടകം തന്നെയായിരുന്നു. വന്ന സമയത്ത് അടുക്കളയുടെ അവിടെ തൂക്കുന്നു, തുടയ്ക്കുന്നു, പൊടി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയുന്നു. രാവിലെ 7 മണി 6:45 എണ്ണിച്ച് വന്നിട്ട് ഷാനവാസിന്റെ അടുത്തും മാനീഷിന്റെ അടുത്തും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയോ എന്നൊക്കെ ചോദിച്ചു. അപ്പാനി ശരത്തിന്റെ അടുത്തൊക്കെ വഴക്കുണ്ടാക്കുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അവിടെ വേറൊരു ലക്ഷ്മിയാണ് നമ്മൾ കണ്ടത്. പക്ഷെ അങ്ങോട്ട് പോകും തോറുണ്ടല്ലോ ലക്ഷ്മിയുടെ ഒരു ക്യാരക്ടർ മാറും കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ലക്ഷ്മി നല്ല അടിപൊളി ക്യാരക്ടർ ഉള്ളൊരു
വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഈ ഒരു ക്യാരക്ടറാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിയാണ് ഒറിജിനൽ ലക്ഷ്മി. കാരണം ഇത് അഭിഷേക് ഒരു വട്ടം എവിടെയോ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ലക്ഷ്മിയുടെ ഈ ആദില നൂറ ഇഷ്യൂ കഴിഞ്ഞിട്ട് അഭിഷേക് ഒരു വട്ടം പറഞ്ഞു ലക്ഷ്മി എന്ന് വെച്ചാൽ അഭിഷേക് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. കാരണം ഞാൻ കണ്ട ലക്ഷ്മിയല്ല, ലക്ഷ്മി അതിൻ്റെ അകത്ത് വേറൊരു ലക്ഷ്മിയാണ്. റിയൽ ആയിട്ടുള്ള ലക്ഷ്മി ഇവിടെ അല്ല, പുറത്തുള്ള ലക്ഷ്മിയായിരുന്നു റിയൽ ആയിട്ടുള്ള ലക്ഷ്മി. ലക്ഷ്മി ഒരു പാവം എന്നൊക്കെ പറഞ്ഞിട്ട് അഭിഷേക് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സാറ്റുകളെയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. കാരണം ലക്ഷ്മി കുറച്ച് ഓഡിയൻസിൻ്റെ ഇതൊക്കെ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് കാണിച്ചൊരു ഡ്രാമയാണെന്ന്. പുള്ളിക്കാരി ഒരു പാവമാണ്. എനിക്ക് ഇന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഇനി വരും ദിവസങ്ങളിൽ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക്, ഇന്നും ഇന്നലെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പുള്ളിക്കാരി ഒന്ന് ഒബ്സർവ് ചെയ്തായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അത്. വേറെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താല്പര്യമുണ്ടെങ്കിൽ. അപ്പം see you.